നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചായ കൊടുത്തില്ല എന്ന കാരണം ചൊല്ലി മലപ്പുറം നിലമ്പൂരിൽ അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായിരുന്നു. രജിലയെ അമ്മായിയമ്മ ശാന്ത കൊന്നത് കുട്ടികളുടെ മുന്നിൽ വെച്ചാണ്. ശാന്തയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവം അക്ഷരാർത്ഥത്തിൽ മനസാക്ഷികളെ ഒന്നടങ്കം നടുക്കി. ശാന്തയെ എല്ലാവരും തെറി പറഞ്ഞു. മാത്രമല്ല അവരെ വിമർശിച്ചു. ഇത്തരത്തിലൊരു അമ്മായിയമ്മ ആ മരുമകൾ എന്തുമാത്രം ആ വീട്ടിൽ യാതനകൾ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കുകൾ, അതായത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ചില കുറിപ്പുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആദ്യത്തെ കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ്: അടുക്കളയിലെ കനലുകൾ. പോലീസുകാർ ആ വൃദ്ധയെ ജീപ്പിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ നാട്ടുകാർ വിളിച്ചു പറഞ്ഞു, ക്രൂരയായ അമ്മായിയമ്മ. പക്ഷേ ആ വിളികൾക്കിടയിലും അവരുടെ കണ്ണുകളിലെ തളർച്ചയും ശൂന്യതയും ആരും ശ്രദ്ധിച്ചില്ല. ആ കൊലപാതകത്തിന് പിന്നിൽ ഒരു അടുക്കളയിൽ വർഷങ്ങളായി നീറിപ്പുകഞ്ഞ അവഗണനയുടെയും ഒറ്റപ്പെടലിന്റെയും ഒരു കനൽക്കഥ ഉണ്ടായിരിക്കാം. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടട്ടെ. തൻ്റെ പിഞ്ചു മക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന രജിലയെ ശാന്ത തലങ്ങും വിലങ്ങും വെട്ടി. ആഴത്തിലുള്ള മുറിവുകളുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച രജില വീടിന്റെ വാതിൽക്കൽ തളർന്നു വീണു. ബഹളം കേട്ടുണർന്ന മക്കൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയാണ്. അതായത് അവരെ കുറ്റപ്പെടുത്തരുത്, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ ഇത്തരത്തിലൊരു വശവും കൂടി ആ വിഷയത്തിൽ ഉണ്ടായിരിക്കാം എന്ന തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരു സാമൂഹ്യ മാധ്യമ പേജിൽ വന്നത്. അതിന് ചില കമൻറ്റുകൾ, അതായത് ഈ ഒരു പോസ്റ്റിനോട് ജനം പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കമൻറ്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അതിനൊരു വ്യക്തി നൽകിയിരിക്കുന്ന കമൻറ്റ് ഇപ്രകാരമാണ്: ആ അമ്മയെ മനസ്സിലാക്കിയ പോസ്റ്റിന് നന്ദി. എല്ലാവരും ആ അമ്മയെ കുറ്റപ്പെടുത്താൻ മാത്രമായിരിക്കും ശ്രമിക്കുക. പക്ഷെ അവരുടെ ആ കുറ്റകൃത്യത്തിന് പിന്നിലെ ചെയ്തോ വികാരം അതാരും സാധാരണ കാണാറില്ല. ഞാനും ഒരു മരുമകളാണ്. ഒരു വീട്ടിലും ഇന്നുള്ളത് അമ്മായിയമ്മ പോരല്ല, മറിച്ച് മരുമക്കൾ പോരാണ്. ഒരുപാട് സഹികെട്ടിട്ടാകും ആ അമ്മ ഇത് ചെയ്തത് എന്നാണ് ഒരാൾ പറയുന്നത്. പക്ഷേ തെറ്റ്, അത് എന്ത് സഹികെട്ടിട്ടായാലും ക്രൂര കൊലപാതകം അതൊരിക്കലും ന്യായീകരിക്കാനാകില്ല. ശാന്തയെ ഇത്തരത്തിൽ അമ്മായിയമ്മയുടെ വശവും കൂടി കാണണമായിരുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുകൾക്ക് കൃത്യമായ മറുപടി തന്നെ ഈ പോസ്റ്റിന് കീഴിൽ ജനങ്ങൾ നൽകുന്നുണ്ട്. വെട്ടിക്കൊല്ലാൻ കാണിച്ച മനസ്സൊരിക്കലും കാണാതെ പോകരുത്. അത്രമാത്രം പക മനസ്സിൽ ഒളിപ്പിച്ച് നടന്ന് അവർ എങ്ങനെ ഉള്ളവരാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അവരുടെ വീട്, അവരുടെ സ്ഥലം, അവർക്ക് മുൻപേ അറിയുന്ന ആൾക്കാർ, വന്നു കയറിയ മരുമകളെ കുറ്റം പറയുന്ന അമ്മായിയമ്മ, അത് വിശ്വസിക്കുന്ന അയൽക്കാർ, മരുമകളെ അവർക്ക് അടുത്തറിയില്ലല്ലോ. ഇതേ അനുഭവങ്ങൾ അനുഭവിച്ചേ വരണം. ഞങ്ങളൊക്കെ ഒരിക്കലും ആ സ്ത്രീ നല്ലവരല്ല, ദുഷ്ടത മനസ്സിൽ ഒളിപ്പിച്ച് നടന്നവർ ഒരു നിമിഷം പിടിവിട്ടു പോയി. ആ മരുമകളെ കൊണ്ട് ശല്യം സഹിക്കാമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാലോ. നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ എന്നാണ് ഒരാൾ കമന്റിലൂടെ ചോദിക്കുന്നത്. ഇവരെ കണ്ടിട്ട് അത്ര പട്ടിണി കിടന്നത് പോലെ തോന്നുന്നില്ല. ഒരു മനുഷ്യൻ എത്ര നാൾ പട്ടിണി കിടക്കും? മരുമകൾ പോരായിരുന്നെങ്കിൽ ആദ്യം മകനോട് പറയണം. അത് കഴിഞ്ഞ് വേണ്ടപ്പെട്ടവരെ അറിയിക്കണം. എന്തെല്ലാം നിയമ സംവിധാനങ്ങളുണ്ട്. കൊല്ലാൻ ഇവർക്ക് ധൈര്യം ഉണ്ടായല്ലോ. നാണമില്ലേ കൊലപാതകത്തെ ന്യായീകരിക്കാൻ എന്ന ചോദ്യവും ഒരു വ്യക്തി കമന്റിലൂടെ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തി പറയുന്നത്, ഭർത്താവിൻ്റെ അമ്മ എന്ന് പല പെൺകുട്ടികൾക്കും പുച്ഛം തന്നെയാണ്. ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയേക്കാൾ സ്നേഹിക്കുന്ന പെൺകുട്ടികളും ധാരാളമുണ്ട്, ഇല്ലെന്നല്ല. ഒരമ്മ നൊന്തുപെറ്റ ആൺകുട്ടി വളർന്നു ഒടുവിൽ ഭർത്താവായി മാറുന്നു. അവൻ്റെ ഭാര്യ അമ്മയെയും പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കപ്പെടാം. അതുപോലെ തന്നെ മകൻ താലി കെട്ടിയ പെണ്ണ് തനിക്ക് ഇന്നലെ വരെ കിട്ടിയിരുന്ന സ്നേഹവും കരുതലും കവർന്നെടുത്തു എന്നുള്ള ഭയം അമ്മമാരെ മരുമകളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്തി മുറിവേൽപ്പിക്കാനും ഇടയാകും. ഈ അമ്മയാണോ മരുമകളാണോ കുറ്റക്കാരി നമുക്കറിയില്ലല്ലോ. ദൈവത്തിൻ്റെ വിധിയുണ്ടല്ലോ, അവിടുന്ന് വിധിക്കട്ടെ എന്നാണ് മറ്റൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് പ്രശ്നമാണെങ്കിലും ആ പെണ്ണ് കിടന്നുറങ്ങുകയായിരുന്നില്ലേ? അപ്പോൾ അടുക്കളയിൽ ആരും ഇല്ലല്ലോ. ഒരു ചായ ഇട്ട് കുടിക്കാമായിരുന്നു. കൊല്ലുന്ന ശക്തി വേണ്ടല്ലോ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ. കൊലപാതകയെ ന്യായീകരിക്കുന്ന പുതിയ തിരക്കഥ ആരാണ് പടച്ചുവിട്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല മെഴുകാതെ പോടെ കുറെ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നതടക്കമുള്ള കമൻറ്റുകൾ നിറയുന്നുണ്ട്. തെറ്റ്, ആ വീട്ടിൽ എന്ത് സംഭവിച്ചാലും കൊലപാതകം അതൊരിക്കലും ഒരു ന്യായീകരണമായി മാറുന്നില്ല. കൊലപാതകം തന്നെയാണ്. അത്രയും ക്രൂര കൊലപാതകം നടത്തിയെങ്കിൽ ശാന്തയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പക എത്രത്തോളമാണ് എന്ന കൊലപാതകത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കൂടി പോകാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ഒരു സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: മരുമോളും അമ്മായിയമ്മയുമായിട്ട് എന്നും വഴക്കാണ്. മരുമോളാണ് പ്രശ്നക്കാരി എന്നാണ് ചിലർ പറയുന്നത്, അയൽക്കാർ പറയുന്നത്. അമ്മായിയമ്മയ്ക്ക് ഈ മരുമകൾ കഴിക്കാനും കുടിക്കാനും ഒന്നും കൊടുക്കാറില്ല. സ്വയം വല്ലതും ഉണ്ടാക്കാൻ നോക്കിയാൽ അമ്മായിയമ്മയെ ചീത്ത പറയുകയും
ചെയ്യുമെന്ന്. സംഭവം നടന്ന ദിവസം രാവിലെ അമ്മയ്ക്ക് ഇൻസുലിൻ വെച്ച് കൊടുത്തതിന് ശേഷം മകൻ ജോലിക്ക് പോയി. ഇൻസുലിൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. എന്നാൽ മരുമകൾ അമ്മയ്ക്ക് ഒന്നും കൊടുത്തില്ല. സ്വയം ചായ വയ്ക്കാൻ നോക്കിയപ്പോൾ തന്നെ ഈ മരുമകൾ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ആ ചായ എടുത്ത് പുറത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. അങ്ങനെ നിങ്ങളിപ്പോൾ ചായ കുടിക്കേണ്ട എന്നും പറഞ്ഞു. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഗ്യാസിന്റെ ലൈറ്റർ ഈ അമ്മയ്ക്ക് എത്താത്ത സ്ഥലത്ത് മുകളിൽ കൊണ്ടുവച്ചു. അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച് മിണ്ടാതെ റൂമിൽ പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ബോഡി മൊത്തം വിറച്ചു തുടങ്ങി. ഇൻസുലിൻ എടുത്ത് ഫുഡ് കഴിക്കാത്തതുകൊണ്ട്. കുറച്ച് ചായയെങ്കിലും മധുരം ഇട്ട് കുടിച്ചിരുന്നുവെങ്കിൽ അസ്വസ്ഥത മാറിയേനെ. എന്നാൽ മരുമകൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. അവസാനം എല്ലാം കൂടി ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നിട്ടാണ് അമ്മ മരുമകളോട് ഇങ്ങനെ ചെയ്തത്. എന്താണോ സത്യം? എന്തായാലും ജയിലിലായില്ലേ? കുട്ടികൾക്ക് അമ്മയും ഇല്ലാതായില്ലേ എന്നാണ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നത്. എന്തായാലും സംഭവം എന്തൊക്കെ തന്നെ ആയാലും കൊലപാതകത്തെ ന്യായീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തായാലും നമ്മൾ അറിഞ്ഞതുപോലെ മരുമകളെ അതിക്രൂരമായിട്ടാണ് ശാന്ത എന്ന വ്യക്തി കൊലപ്പെടുത്തിയത്. അതിനുശേഷം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പോലീസ് വന്നപ്പോൾ പോലീസ് എത്തിയല്ലോ, ഇനി എനിക്ക് പേടിക്കേണ്ട. മരുമകൾ രജിലയെ വെട്ടി കൊലപ്പെടുത്തിയ ശേഷം വീട്ടിനകത്തിരുന്ന ശാന്ത പോലീസ് സംഘത്തെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. പുലർച്ചെ 6-നാണ് കരുളായി കുണ്ടുങ്ങൽ ഗ്രാമത്തെ ഞെട്ടിച്ച കൊടും ക്രൂര കൊലപാതകം അരങ്ങേറിയത്. രക്തത്തിൽ കുളിച്ചു കിടന്ന അമ്മയെ കണ്ട് അലറി വിളിച്ചു കരഞ്ഞ കുട്ടികളെ നാട്ടുകാർ അയൽവീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് രജിലയുടെ ബന്ധുക്കളെത്തി വാസുപടിയിലേക്ക് കൊണ്ടുപോയി. ഗുരുതരാവസ്ഥയിലായിരുന്ന രജിലയെ ആംബുലൻസിൽ നിലമ്പൂർ ആശുപത്രിയിലേക്ക് മാറ്റി. ശാന്ത പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. 6:40ഓടെയാണ് ഇൻസ്പെക്ടർ സനിൽരാജിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയത്. രജിലയുടെ രക്തം ശാന്തയുടെ ശരീരത്തിലും വസ്ത്രങ്ങളും തെറിച്ചു വീണിരുന്നു. ശരീരത്തിൽ രക്തപ്പാടുകൾ കഴുകിക്കളയാൻ പോലും ശാന്ത തുനിഞ്ഞിരുന്നില്ല. പോലീസ് വിളിച്ചപ്പോൾ അശോഭയായി വേഗം ജീപ്പിൽ കയറിയിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. ഉച്ചകഴിഞ്ഞ് 3:30ഓടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴും കൂസലില്ലാതെ നിന്നു. ഇടയ്ക്ക് പേരക്കുട്ടികളുടെ വിവരം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. തുടർന്ന് കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുറ്റകൃത്യം നടത്തിയത് പോലീസിനോട് വിവരിച്ചു. വെട്ടാൻ ഉപയോഗിച്ച വാക്കത്തി അടുക്കളയിൽ വിറകുകൾക്കിടയിലാണ് ഒളിപ്പിച്ചിരുന്നത്. മടി കൂടാതെ പോലീസിന് അത് എടുത്തു കൊടുത്തു. രജിലയുടെ കിടപ്പുമുറിയിലും മുൻവാതിലിന് സമീപത്തും രക്തം തളം കെട്ടിയിരുന്നു. അവയുടെയും ശാന്തയുടെ ശരീരത്തിൽ പുരണ്ട രക്തത്തിന്റെ സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഖരിക്കുകയുണ്ടായി. വീട്ടിൽ ശാസ്ത്രീയ കുറ്റാന്വേഷകർ തെളിവെടുപ്പ് നടത്തി. എന്തായാലും അതിക്രൂരമായ കൊലപാതകത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഗ്രാമം. അതിനിടയിലാണ് ഇത്തരത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കൊലയാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി പേർ സംസാരിക്കും. കുറ്റം സമ്മതിച്ചു, കൊലയാളി തന്നെയാണ്. അതിനിടയിൽ ശാന്തയെ അനുകൂലിച്ചും ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട് എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.